Welcome back, my dear students. അപ്പോൾ നമ്മൾ അനലൈസ് ചെയ്തത് ഈ റിലേഷൻ എങ്ങനെ കിട്ടി എന്നുള്ളതാണ് നമ്മൾ അനലൈസ് ചെയ്യാൻ ശ്രമിച്ചത്. നമ്മൾ തുടങ്ങിയത് n+1 സ്റ്റേജിൽ ആണ്, നമുക്ക് അവസാനിക്കേണ്ടത് kth സ്റ്റേജിലാണ്. കാരണം ദിസ് റിലേഷൻ ഹോൾസ് ആഫ്റ്റർ ദ kth സ്റ്റേജ്. ഓക്കെ, സോ നമ്മൾ അതാണ് കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്. നോക്കേണ്ടത് ഫസ്റ്റ് റിലേഷൻ നോക്കുക. ആദ്യം xn+1ഉം xnഉം തമ്മിലാണ് കണക്ട് ചെയ്യുന്നത്. അതായത് n+1 സ്റ്റേജിൽ നിന്ന് nth സ്റ്റേജിലേക്ക് മൂവ് ചെയ്തു. So the number of step is actually 1, which is n+1 minus n. Okay, അപ്പോൾ r-ന്റെ പവർ 1 ആയി. ഓക്കെ, ഒപ്പം r-ന്റെ കൂടെ വന്നത് നമ്മൾ ഏത് സ്റ്റേജിലെ nth സ്റ്റേജിലെ ടേമിലേക്കാണ് എത്തിയത്, അതുകൊണ്ട് xn ആണ് കറസ്പോണ്ടിങ് ടേം. ഇനിയും അടുത്തത് n+1 സ്റ്റേജിൽ നിന്ന് n-1 സ്റ്റേജിലേക്കാണ് എത്തിയത്. So total number of steps is 2, which is actually n+1 minus n-1. Okay, which is actually 2. അപ്പോൾ r-ന്റെ പവർ 2 ആയി, r സ്ക്വയർ ആയി, which is actually n+1 minus n-1. അപ്പോൾ x-ന്റെ ടേം എന്നുള്ളത് n-1 ടേം എന്നാണ് നമ്മൾ എഴുതിയത്. അടുത്തത് നമ്മൾ n+1 സ്റ്റേജിൽ നിന്ന് n-2 സ്റ്റേജിലേക്കാണ് എത്തുന്നത്. So total number of steps is actually 3, which is actually n+1 minus n-2. അപ്പോൾ r-ന്റെ പവറും 3 ആയി. അപ്പോൾ അവിടുത്തെ കറസ്പോണ്ടിങ് ടേം xn-2 ആയി എന്ന് കൃത്യമായി. ഇതാണ് നമ്മുടെ ഒബ്സർവേഷൻ. ഓക്കെ, സോ നമ്മുടെ ഒബ്സർവേഷൻ എന്ന് പറയുന്നത് r-ന്റെ പവർ എന്ന് പറയുന്നത് ഇവിടെ എത്ര നമ്പർ ഓഫ് സ്റ്റെപ്സ് കൺസീഡ് ചെയ്തോ അതായിരിക്കും r-ന്റെ പവേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ റിലേഷൻ എടുക്കും. സോ ഇവിടെ ഒരു സ്റ്റെപ്പ് പ്രൊസീഡ് ചെയ്തപ്പോൾ r-ന്റെ പവർ 1 ആയി, ഇവിടെ 2 സ്റ്റെപ്പ് പ്രൊസീഡ് ചെയ്തപ്പോൾ r-ന്റെ പവർ 2 ആയി, 3 സ്റ്റെപ്പ് പ്രൊസീഡ് ചെയ്തപ്പോൾ r-ന്റെ പവർ 3 ആയി, ആൻഡ് സോ ഓൺ. ഓക്കെ, നമുക്ക് n+1 സ്റ്റേജിൽ നിന്ന് kth സ്റ്റേജിലേക്കാണ് എത്തേണ്ടത്. സോ ദ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റെപ്സ് ഈസ് ആക്ച്വലി n+1 മൈനസ് k. അതാണ് ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റെപ്സ്. സോ r-ന്റെ പവറും നമുക്ക് കിട്ടുന്നത് n+1 മൈനസ് k ആയിരിക്കും. ഓക്കെ, ഇനി രണ്ടാമത്തെ ഒബ്സർവേഷൻ, നമ്മൾ n+1 നിന്ന് kth സ്റ്റേജുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ ടേമിനോടൊപ്പം വരുന്നത് ഇവിടെ nth സ്റ്റേജിൽ എത്തിയപ്പോൾ എടുത്ത ടേം xn ആയിരുന്നു. n-1 സ്റ്റേജിൽ എത്തിയപ്പോൾ കറസ്പോണ്ടിങ് ടേം xn-1 ആയിരുന്നു. n-2 സ്റ്റേജിൽ എത്തിയപ്പോൾ കറസ്പോണ്ടിങ് n-2 ആയിരുന്നു, xn-2 ആയിരുന്നു. അപ്പൊ നമുക്ക് kth സ്റ്റേജിൽ എത്തുമ്പോൾ കറസ്പോണ്ടിങ് ടേം ഈസ് ആക്ച്വലി xk. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് ഈ ഒബ്സർവേഷൻ നമുക്ക് കിട്ടിയത്. സോ നമുക്ക് ഈ ഒബ്സർവേഷൻ മാത്രം, ഈ രണ്ട് റിലേഷൻ മാത്രം നമുക്ക് ചേർത്തെഴുതാം. സോ വാട്ട് വി ഗെറ്റ് ഈസ് xn+1 is less than r⁻n+1 minus k into xk. Okay, where r is actually less than. In പ്രത്യേകം ശ്രദ്ധിക്കുക, r is a fixed number. ഒന്ന്. രണ്ട്, k is a fixed number. നമ്മൾ എപ്സിലോൺ ചൂസ് ചെയ്തതിന് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടിയതാണ് k. So k is also a fixed number. കാരണം നമ്മൾ എപ്സിലോൺ ഫിക്സ് ചെയ്തിട്ടുണ്ട്. എപ്സിലോൺ is equal to നമ്മൾ r minus l എന്ന് ഫിക്സ് ചെയ്തിട്ടുണ്ട്. So k is also a fixed number. Okay. So ഇവിടെ നമുക്കുള്ള ടേം എന്ന് വെച്ചാൽ r⁻n+1. ഞാൻ ഇതിനെ ഡിവൈഡഡ് ബൈ r⁻k into xk എന്ന് എനിക്ക് എഴുതാൻ സാധിക്കും. കാരണം പവർ മൈനസ് ടേം 1/r⁻k ആണ് നമ്മൾ r⁻k എന്ന് നമ്മൾ എഴുതുന്നത്. അങ്ങനെയാണ് ഇത് വന്നത്. ഓക്കെ, സോ r ഫിക്സഡ് നമ്പർ ആണ്, k ഫിക്സഡ് നമ്പർ ആണെങ്കിൽ we can say that r⁻k is also a fixed number. രണ്ടാമത്തേത് xk എന്ന് വെച്ചാൽ kth സ്റ്റേജിലുള്ള സീക്വൻസിന്റെ ടേം ആണ്. kth സ്റ്റേജിലെ സീക്വൻസിന്റെ ടേം is also a fixed number. So k is also a fixed number. xk is also a fixed number. So നമുക്ക് ഇത്രയും ഭാഗം xk into r⁻k എന്ന് പറയുന്ന ഇത്രയും ഭാഗത്തെ ഒരു ഫിക്സഡ് നമ്പർ ആയിട്ട് കൺസിഡർ ചെയ്യാം. നമ്മൾ ഫിക്സ് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ അതിനെ നമ്മൾ ഒരു സി എന്ന് കൊടുക്കും. സോ ചൂസ് c as xk ഡിവൈഡഡ് ബൈ r⁻k. നമ്മൾ ഇങ്ങനെയാണ് ചൂസ് ചെയ്തത്. അപ്പൊ നമ്മളിപ്പോ ഈ റിലേഷനെ ഒന്നുകൂടെ മാറ്റി എഴുതാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. സോ നമ്മുടെ റിലേഷൻ ആക്ച്വലി
xn plus 1 is less than r raised to n plus 1 ഇതിനെ into xk divided by r raised to k. ഇങ്ങനെ എനിക്ക് എഴുതാൻ സാധിക്കും. xk divided by r raised to k ആണ് ഞാൻ c എന്ന് കൊടുത്തത്. So this implies x raised to n plus 1 is less than r raised to n plus 1 into c. Okay. ഇനി നമുക്കറിയാം x എന്നുള്ളത് ഒരു പോസിറ്റീവ് ടൈം സീക്വൻസ് ആണ്. സോ നമ്മൾ കുറച്ചുകൂടെ മോഡിഫൈ ചെയ്ത് എഴുതുമ്പോൾ നമുക്കറിയാം given that xn is actually greater than or equal to 0. അതോടെ ചേർത്ത് എഴുതുമ്പോൾ സോ xn greater than or equal to 0 ആണെങ്കിൽ xn plus 1 is also greater than or equal to 0. അതിന്റെ n plus 1th ടേം ആണ്. എല്ലാ ടേമും പോസിറ്റീവ് ആണ്, n plus 1th ടേമും പോസിറ്റീവ് ആയിരിക്കും. സോ ഇത് നമ്മൾ ചേർത്ത് എഴുതുമ്പോൾ 0 less than or equal to xn plus 1 which is less than c into r raised to n plus 1. Okay. Where r is actually less than 1. ഇനി നമുക്ക് ക്ലാസിക് ആയിട്ട് അറിയാവുന്ന സ്ക്വീസ് തിയറം. ഓക്കെ, സ്ക്വീസ് തിയറത്തിന്റെ അകത്ത് xn is equal to ഞാൻ കുറച്ചുകൂടെ ബെറ്റർ ടെർമിനോളജി എടുക്കുന്നതായിരിക്കും നല്ലത്. We have already chosen xn. So an is equal to 0 എന്ന് പറയുന്ന ഒരു സീക്വൻസ് എടുക്കും, which is the left side. bn is equal to xn plus 1 എന്ന് പറയുന്ന സീക്വൻസ് എടുക്കും. cn is equal to c into r raised to n plus 1 എന്ന് പറയുന്ന സീക്വൻസ് ആയിട്ട് നമുക്ക് ചൂസ് ചെയ്യാം. So it is given that 0 less than xn plus 1 less than c into r raised to n plus 1. So an less than bn less than cn. Okay. Now what is the limit of an? So limit an is equal to limit 0. 0 എന്ന് പറയുന്ന കോൺസ്റ്റന്റ് സീക്വൻസ് 0 ലോട്ട് പോകും. ഇനി ലിമിറ്റ് cn എന്താണ്? ലിമിറ്റ് cn is limit c into r raised to n plus 1. Okay, which is equal to c into limit r raised to n plus 1. നമുക്കറിയാം, നമ്മളൊരു റിസൾട്ട് ആയിട്ട് പഠിച്ചതാണ്, if 0 less than b less than 1, 0 less than or equal to b less than or equal to 1, b raised to n converges to 0, അല്ലെങ്കിൽ limit of b raised to n is equal to 0. So b raised to n plus 1 is also equal to 0. b raised to n 0 ആണെങ്കിൽ 0 ലോട്ട് പോകുന്നെങ്കിൽ b raised to n plus 1 ഉം 0 ലോട്ടേ പോകും. ഇവിടെ b ക്ക് പകരം ആക്ച്വലി r ആണ് വന്നിരിക്കുന്നത്. സോ 0 ലെസ് ദാൻ r ലെസ് ദാൻ 1 എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ചൂസ് ചെയ്യേണ്ട സീക്വൻസ് r raised to n plus 1 ആണ്. 0യ്ക്കും 1നും ഇടയ്ക്കാണ് r എന്ന് പറഞ്ഞ റിയൽ നമ്പർ നമ്മൾ ചൂസ് ചെയ്തത്. സോ r raised to n plus 1 എന്ന് പറയുന്ന സീക്വൻസ് ഓൾവേസ് ഗോ ടു 0. Okay. So this limit cn should always go to ഈ ടേം 0 ആയതുകൊണ്ട് c into 0 is actually equal to 0 എന്ന് തന്നെ കിട്ടും. So what we get is a എന്ന് പറഞ്ഞ സീക്വൻസ് 0 ലോട്ട് പോകുന്നു, c എന്ന് പറഞ്ഞ സീക്വൻസും 0 ലോട്ട് പോകുന്നു. ബൈ സ്ക്വീസ് തിയറം a-ന്റെയും bn-ന്റെയും a-ന്റെയും cn-ന്റെയും ഇടയ്ക്കുള്ള b എന്ന് പറഞ്ഞ സീക്വൻസും 0 ലോട്ട് പോയേ പറ്റും. So from that we can conclude that നമുക്ക് കൃത്യമായിട്ട് എഴുതാൻ പറ്റും ഈ സീക്വൻസ് 0 ലോട്ടാണ് പോകുന്നത്, ഈ സീക്വൻസ് 0 ലോട്ടാണ് പോകുന്നത്. സോ നാച്ചുറൽ ടെൻഡൻസി ഇസ് ദാറ്റ് xn plus 1 also go to 0 by squeeze theorem. ഓക്കെ, സോ അതിൽ നമുക്ക് കൃത്യമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും ലിമിറ്റ് xn plus 1 should be equal to what? 0. നമുക്കതാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, ദിസ് ലിമിറ്റ് xn is equal to 0 അല്ലെങ്കിൽ xn എന്ന് പറയുന്ന സീക്വൻസ് go to 0. ഇതായിരുന്നു പ്രൂവ് ചെയ്യേണ്ടത്. സോ നമ്മൾ ചെയ്തത് ഒരു സീക്വൻസ് എടുത്തു, xn എന്ന് പറയുന്ന സീക്വൻസ്, അതിന്റെ റേഷ്യോ ആക്ച്വലി ലെസ് ദാൻ 1 ആണ് ആഫ്റ്റർ എ kth സ്റ്റേജ്. അത് വെച്ചിട്ട് നമ്മൾ സ്ക്വീസ് തിയറത്തിന്റെ ഫോമിലേക്ക് അതിനെ മാറ്റി, എന്നിട്ട് പ്രൂവ് ചെയ്തു ദാറ്റ് സീക്വൻസ് ആക്ച്വലി ഗോ ടു 0. പ്രൂഫിന്റെ ഐഡിയ ഇസ് റിയലി സിമ്പിൾ. നമ്മൾ ചെയ്തത്, നമ്മൾ തന്നിരിക്കുന്ന കണ്ടീഷൻ എടുത്തു, xn plus 1 divided by xn converges to L. എന്നിട്ട് നമ്മൾ ഇവിടെ അത് പ്രൂവ് ചെയ്യാൻ വേണ്ടി എപ്സിലോൺ എന്ന് പറയുന്ന ഒരു നമ്പർ ചൂസ് ചെയ്തു. ആ നമ്പർ ഈസ് ആക്ച്വലി r മൈനസ് എൽ. അത് മാത്രമാണ് ഓർത്തിരിക്കേണ്ടത്. ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട കാര്യം, ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ സ്റ്റെപ്പ് ഈസ് എപ്സിലോൺ ഈസ് ഈക്വൽ ടു r മൈനസ് എൽ, വേർ
r is less than 1. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റെപ്പ്. എന്നിട്ട് ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ xn plus 1 divided by xn is less than r എന്ന് കിട്ടി after the kth stage. അതിൽ നിന്നും നമ്മൾ ഒരു iterative sequence ഫോം ചെയ്തു. സോ ദ സെക്കൻഡ് ഇമ്പോർട്ടന്റ് സ്റ്റെപ്പ് ഈസ് നമുക്ക് ഏറ്റവും ഓർത്തിരിക്കേണ്ട രണ്ടാമത്തെ സ്റ്റെപ്പാണ് xn plus 1 is less than r raised to n plus 1 minus k into xk. ഓക്കെ, അതിൽ നിന്ന് നമ്മൾ സ്ക്വീസ് തിയറം യൂസ് ചെയ്തിട്ട് കൺവേർജൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യും, സീറോയിലേക്ക് കൺവേർജ് ചെയ്യുന്നതായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യും. സോ ഇനി നമുക്ക് ഈ തിയറത്തിന്റെ ഒരു ആപ്ലിക്കേഷനിലേക്ക് മൂവ് ചെയ്യാം. ഒരു ആപ്ലിക്കേഷൻ പ്രോബ്ലം ചെയ്ത് നമുക്ക് ഈ സെക്ഷൻ അവസാനിപ്പിക്കാം. സോ the problem is, let question xn is equal to n by 2 raised to n. So establish the convergence or divergence of xn. xn എന്ന് പറഞ്ഞ സീക്വൻസിന്റെ കൺവേർജൻസോ ഡൈവേർജൻസോ എസ്റ്റാബ്ലിഷ് ചെയ്യും. ഓക്കെ, നമ്മളപ്പോൾ ചെയ്യുന്നത് ഇങ്ങനെ ഫോമിൽ വരുന്ന എല്ലാ സീക്വൻസും റേഷ്യോ എടുത്ത് ട്രൈ ചെയ്യുക എന്നുള്ളതാണ്. ഇത് ട്രയൽ ആൻഡ് എറർ മെത്തേഡ്. നമ്മൾ xn plus 1 ആദ്യം എഴുതും. xn plus 1 is actually n plus 1 divided by 2 raised to n plus 2. xn is given. So next step is to forward with xn plus 1 divided by xn, which is actually n plus 1 divided by 2 raised to n plus 1 divided by n divided by 2 raised to n, which can be written as n plus 1 divided by 2 raised to n plus 1 into 2 raised to n divided by n. Simple property ആണ്, which is equal to actually this xn plus 1 by xn is equal to നമുക്ക് അതിനെ കുറച്ചുകൂടെ ഭംഗിയായിട്ട് n plus 1 by n into 2 raised to n by 2 raised to n plus 1. ഇവിടെ നിന്ന് ഒരു 2ന്റെ പവർ ആയിട്ടുള്ള n നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. സോ ദ ആൻസർ ബിക്കംസ് n plus 1 by n into 1 by 2 എന്നാണ് നമുക്ക് ആൻസർ. നമുക്ക് ഇനി ഇതിന്റെ ലിമിറ്റ് ആണ് ആക്ച്വലി വേണ്ടത്. ഓക്കെ, xn plus 1 by xn എങ്ങോട്ട് പോകുന്നതാണ് വേണ്ടത്. സോ ലിമിറ്റ് xn plus 1 by xn is equal to limit 1 by 2 into n plus 1 by n. Okay, 1 by 2 കോൺസ്റ്റന്റ് ആണ്, നമുക്ക് ലിമിറ്റിന്റെ വെളിയിൽ എടുക്കാം. ലിമിറ്റിന്റെ ബേസിക് പ്രോപ്പർട്ടി വെച്ചിട്ട് ഓൾജിബ്ര ഓഫ് ലിമിറ്റ്സ് എന്ന സെക്ഷൻ നോക്കുക. 1 by 2 into limit n plus 1 by n. ഓക്കെ, ഇത് ഈ പ്രോബ്ലം നമ്മൾ ഓൾറെഡി ചെയ്തതാണെന്ന് തോന്നുന്നു. ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും n കോമൺ എടുക്കുക. ദാറ്റ്സ് ദ ഈസിയസ്റ്റ് വേ. സോ 1 by 2 into limit n into ഇതിനെ 1 plus 1 by n divided by n എന്ന ഫോമിലേക്ക് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. ഇതിൽ നിന്ന് ഈസിലി നമുക്ക് n എന്ന് പറയുന്ന നമ്പറിനെ നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. സോ ദിസ് ഈസ് ആക്ച്വലി ഈക്വൽ ടു 1 by 2 into limit 1 plus 1 by n. Okay, so n tends to infinity ആകുമ്പോൾ we have already given that 1 by n goes to 0. So ഇതിനെ വീണ്ടും നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. ലിമിറ്റ് 1 by 2 into limit 1 plus limit 1 by n. അപ്പോൾ ലിമിറ്റിന്റെ പ്രോപ്പർട്ടി വെച്ചിട്ടാണ് ഇതൊക്കെ പറയുന്നത്, which implies 1 by 2 into limit of 1 is 1, limit of 1 by n is 0. So actually it is equal to 1 by 2 അതിനെ l ആയിട്ട് കൊടുക്കുക. സോ നമുക്ക് കൃത്യമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാധിക്കും limit xn plus 1 by xn is equal to l, which is actually equal to 1 by 2, which is less than 1. Okay, xn plus 1 by xn ന്റെ ലിമിറ്റ് 1 നെക്കാട്ടിലും ചെറുതാണ്. സോ ബൈ തിയറം, പ്രീവിയസ് തിയറം വെച്ചിട്ട് xn converges to 0. That is xn is equal to n by 2 raised to n converges to 0. This is actually a trial and error method. എല്ലാ കണക്കും ഇങ്ങനെ കിട്ടുന്നുണ്ടോ നോക്കുക, ലെസ് ദാൻ 1 കിട്ടുന്നുണ്ടോ നോക്കുക. എല്ലാ കണക്കിലും ഇത് വർക്ക് ചെയ്യണമെന്നില്ല, എല്ലാ കണക്കിലും ലെസ് ദാൻ 1 കിട്ടണമെന്നില്ല. ഓക്കെ, ആൻസർ ചിലപ്പോൾ ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും കിട്ടുന്നത്. സോ ആ കേസിൽ റിസൾട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു.